എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട്, റീലോഡിന്റെ ഒരു റോസ്റ്റ് വീഡിയോ. സിനിമ ഏതാണെന്നറിയോ? ഏജന്റ്. നമ്മൾ കാത്തിരുന്ന ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ടോ? അതായത് ഫിലിമിഷക്കിന്റെ റോസ്റ്റ് വീഡിയോ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീലോഡിന്റെ ഇന്നാണ് വന്നത്. നമുക്കൊന്ന് കണ്ടുനോക്കാം. കാണാം. ഓക്കെ, നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏജന്റിന്റെ റോസ്റ്റ് ഞങ്ങൾ വെയിറ്റിംഗ് ആണെന്ന്. ഓക്കെ. മലയാളത്തിൽ കയ്യടി വാരിക്കൂട്ടിക്കൊണ്ടിരുന്ന മമ്മൂക്കനെ പിടിച്ച് തെലുങ്കിൽ കൊണ്ട് ചെരിപ്പടി വാരിക്കൂട്ടാൻ വേണ്ടി 85 കോടി മുടക്കി 8.5 കോടി തിരിച്ചു കിട്ടിയ OTT പോലും വേണ്ടാണ്ട് കിടന്ന ഒരു അണുകൊണ്ട് ദി മോസ്റ്റ് സ്റ്റൈലിഷ് സ്പൈ ആക്ഷൻ എന്റർടൈനർ. എന്താ അത്? ലൈഫ് ബോയുടെ സോപ്പോട്ടെ തോക്കായിരുന്നു. ഈ പടം തുടങ്ങുന്നത് തന്നെ സീക്രട്ട് ഏജന്റ് ആവാൻ വേണ്ടി എല്ലാ കൊല്ലം PSC എഴുതി സപ്ലി അടിച്ച് നടക്കണം അക്കിനേനിയുടെ വൈൽഡ് സാല എന്ന് സ്വയം വിളിപ്പേരിട്ട റിക്കി എന്ന രാമകൃഷ്ണനെ കാണിച്ചിട്ടാണ്. സീക്രട്ട് ഏജന്റ് ഒക്കെ ആവണമെങ്കിൽ വല്ല റേഷൻ കടയുടെ മുന്നിൽ വണ്ടി ഇട്ട് 2 വ്ലോഗ് ചെയ്ത മതി. ഈ സാല കപ്പ് മിക്ക പിള്ളേരും ചെറുപ്പത്തിലെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞു നടക്കണ പോലെ സീക്രട്ട് ഏജന്റ് ആവണം എന്നുള്ളതേ ഒരു സ്വപ്നമായിട്ട് നടക്കണ ഈ വെടല സാല ഒരു എത്തിക്കൽ ഹാക്കർ കൂടിയാണ്. അത് കാണിക്കാൻ ഇവന്റെ വീട്ടിന്റെ അടിയിൽ തന്നെ ഒരു കുന്നംകുളം ഹാക്കിംഗ് സെറ്റപ്പ് ഉണ്ട്. അവിടെ ആണെങ്കിലോ അവഞ്ചേഴ്സിലെ ലോഗോ മുതൽ താനോസിന്റെ കൈ വരെയുള്ള സകലമാന ആക്രി സാധനങ്ങളുണ്ട്. എന്താ അതുപോലെ ആക്രി ഗോഡൌണ്. പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയ 2 നിയോൺ ലൈറ്റും അലക്സയാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ കൽപ്പാത്തേരിന് വാങ്ങിച്ച ഒരു ടോക്കിംഗ് ടോമും വെച്ചാൽ ഹാക്കിംഗ് റൂം സെറ്റ്. മോർണിംഗ് മാക്സ്. ഗുഡ് മോർണിംഗ്. പിന്നെ ഹാക്കേഴ്സ് ആകുമ്പോൾ എപ്പോഴും ഹുഡീസ് നിർബന്ധമാണല്ലോ. പിന്നെ യൂട്യൂബിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറെ ഗ്രാഫിക്സിന്റെ ജിഫ് ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ വലിച്ചുവരിടാൻ വേണ്ടി ഒരു 10-30 ഡിസ്പ്ലേ ഉണ്ട് അവന്റെ റൂമിൽ. അത്രയും ഉണ്ടായിട്ടും പക്ഷെ ഈ നാറി ആ കുഞ്ഞ ലാപ്പിലെ ഹാക്കും ഓരോരുത്തന്നെ ഏജന്റ് ആവണം എന്നുള്ളത് തലയിൽ പിടിച്ച് നടക്കണമെന്നുണ്ട്. ഇവന് കടയിലുള്ള പാലും പഴം പച്ചക്കറിയൊക്കെ കണ്ടാലും വെപ്പണായിട്ടാണ് അത്രയും തോന്നുന്നത്. പെണ്ണുകിട്ടിയാലുള്ള അവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെ ഹാക്കി അവസാനം ഡിവാസ് ചാമ്പ്യൻഷിപ്പ് നേരത്തെ കാണാൻ വേണ്ടി WWE റോയിന്റെ സെർവർ ഹാക്ക് ചെയ്യണ ഗ്യാപ്പിൽ അറിയാണ്ട് കൈതട്ടി ഇവൻ ഇന്ത്യൻ റോ ഏജൻസിയുടെ സെർവർ അവിടെ ഹാക്ക് ചെയ്യും. അപ്പോഴാണ് ഇന്റർപോളിന് പോലും തൊടാൻ പറ്റാതിരുന്ന ഇന്ത്യൻ റോയുടെ സെർവർ ഹാക്ക് ചെയ്ത രാമകൃഷ്ണനെ പിടിക്കാൻ റോ കമാൻഡർ മേജർ മഹാദേവായി മമ്മൂക്കയുടെ ഇന്റർവ്യൂ. മേജർ മഹാദേവ് AKA ഗുരുജി AKA ബിഗ് ഡാഡി AKA ദി ഡെവിൾ എന്നിങ്ങനെ പല പേരിൽ മൂപ്പര് ഈ പടത്തിൽ അറിയപ്പെടുന്നു. ഒരു ടൂത്ത് പിക്ക് പോലും AK-47 പോലെ യൂസ് ചെയ്യും. ടൂത്ത് പിക്ക് പോലും AK-47 ആയി ഉപയോഗിക്കാൻ കഴിവുള്ള മൂപ്പരുടെ വകയിൽ ഒരു കുഞ്ഞമ്മയുടെ മോളാണെന്ന് തോന്നുന്നുണ്ട് ആ ഡെവിൾ കുഞ്ചു. ഓരോരോ ഡെവിളുകളിൽ ഈ മേജർ മഹാദേവിന്റെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ വെറുതെ റോട്ടിൽ കൂടെ പോണ കുറെ പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്ന് നെല്ലിക്കാത്തളം പോലെ തലയിൽ ഐസും വാരിയിട്ട് അടിച്ചു പരത്തി അവന്മാരെ ടോർച്ചർ ചെയ്ത് ഏജന്റ് ആക്കും. എന്നിട്ട് ഓരോ കൊണവർത്താനം പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അവന്മാരൊക്കെ തന്നെ ടെററിസ്റ്റ് ആക്കും. എന്നിട്ട് ഇങ്ങനെ ടെററിസ്റ്റ് ആയവന്മാരെ പിടിക്കാൻ വേണ്ടി പിന്നെ റോട്ടിൽ കൂടെ പോണവന്മാരെ പിടിച്ച് ഏജന്റ് ആക്കും. അവർക്ക് ടെററിസ്റ്റ് ആവും. ഇതന്നെ ഒരു ലൂപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിയൽ ഡെവിൾ മേജർ മഹാദേവൻ. ഇക്കൊക്കെ ഈ പടത്തിൽ ടിനി ടോം ആണെന്ന് തോന്നുന്നുണ്ട്. ഓരോ സീനിലും ഓരോ ശബ്ദം. ഞാൻ നിന്നെ എപ്പോഴേ കൊല്ലുമായി, കാരണം എനിക്ക് ഇവിടെ നീ ഒന്നല്ല ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമുക്കുള്ള ടെററിസം അല്ല സർ. എന്നാൽ ആ നെറ്റ്വർക്കിലുള്ളവരുടെ കൂടെ ചേർന്ന് റൂട്ട്സ് ഉൾപ്പെടെയുള്ള എല്ലാം മനസ്സിലാക്കി ഒരു കാട്ടമൃഗമായി മാറി. ഈ ATMന് മുന്നിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരന് തോക്കും പിടിപ്പിച്ച് നിർത്തി അങ്ങനെ ഉണ്ടാവും. അജാതി ഓരോ ഗെറ്റപ്പ് ഒക്കെയാണ് മൂപ്പർക്ക് ഈ പടത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവന്മാർ ഒരുമാതിരി ഊക്കാനായിട്ടേ കൊണ്ടുപോയ പോലെ. സോ ഈ റോട്ടിൽ കൂടെ പോണവന്മാരെ പിടിച്ച് ഏജന്റ് ആക്കുന്നത് കൂടാതെ ഒഴിവ് സമയങ്ങളിലുള്ള ഡെവിളിന്റെ മറ്റ് കലാപരിപാടികളാണ്. ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലാത്ത കഥകി നോക്കി തുരുതുര വെടിവെക്കുന്ന ടെററിസ്റ്റുകളുടെ മുന്നിലേക്ക് വെളിച്ചെണ്ണ ചവിട്ടി തെന്നി വീണ പോലെ വന്ന് കൈത്തോക്കുമായി അവന്മാരെ പുകച്ചു വിടുക. ഓരോരുത്തർ തീ പിടിച്ച കാറിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് അരമണിക്കൂർ വീഡിയോ കോൾ ചെയ്ത് സൺറൂഫ് പോലും തുറക്കാണ്ട് ആകാശത്തേക്ക് വെടിവെച്ച് അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പോൾ മൂഡ് ചൂടായതുകൊണ്ട് സ്ലോ മോഷനിൽ അതിൽ നിന്ന് ഇറങ്ങി നടന്നു വരിക. പിന്നെ ലെൻസ് കാട്ടിൽ നിന്ന് വാങ്ങിയ പുതിയ കണ്ണാടിയാണെന്നും പറഞ്ഞ് അന്തനെ പോലെ ഇടക്കിടയ്ക്ക് കുറെ നേരം വെറുതെ നിൽക്കുക. ഇതൊക്കെ മെയിൻ ഹോബീസ്. അങ്ങനെ റോയുടെ സെർവർ ഹാക്ക് ചെയ്തവനെ പിടിക്കാൻ വേണ്ടി രാമേന്ദ്രന്റെ ഡെന്നിലേക്ക് ഡെവിൾ വന്നപ്പോഴാണ് ഇവ മൂപ്പരുടെ കട്ട ആരാധകനാണെന്ന് മനസ്സിലാവുന്നത്. ഏജന്റ് രാമകൃഷ്ണ അലിയാസ് റിക്കി 007 റിപ്പോർട്ടിംഗ് ഫോർ ഡ്യൂട്ടി സർ. മേജർ മഹാദേവിന്റെ ഫാൻ ബോയ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇക്കയുടെ മാസ്റ്റർ പീസ് വൈറ്റ്, ഡാഡി കൂൾ, കിങ്, ഫയർമാൻ തുടങ്ങി രാപ്പകലിലെ ഫോട്ടോ വരെ ആ റൂമിൽ പടച്ചു വെച്ചിട്ടുണ്ട്.
നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരു ഓളമായിക്കോട്ടെ ഡയറക്ടർ എന്നടാ പണി വെച്ചിരിക്കേ. അത് കണ്ടതും അറസ്റ്റ് ചെയ്യുന്ന ഡെവിളിന്റെ മനം എടുത്ത് ഇനി മേലെ ആവർത്തിച്ചു പോരുത് റാസ്കലിന് പറഞ്ഞ് മുകേഷ് ഏട്ടൻ നല്ല ഡയലോഗ് അടിച്ച് അവരൊക്കെ കൂടി ഇവന് വാൺ ചെയ്ത് വിടും. അങ്ങനെ ഏജന്റ് ആവാൻ പറ്റാത്ത വിഷമത്തിൽ നമ്മുടെ വൈൽഡ് സാല വെറുതെ റൊട്ടിക്കൂടെ നടന്നു പോകുമ്പോഴാണ് ഹീറോയിന്റെ ഇൻട്രോ. നാസയെ കയറാൻ വേണ്ടി പൈലറ്റ് ട്രെയിനിങ്ങിന് പോകുന്നൊരു പെൺകുട്ടി. പക്ഷെ സാല അവളെ നൈസായിട്ട് വളച്ചെടുക്കാൻ നോക്കുന്ന ഗ്യാപ്പിൽ ഇവളുടെ അക്കാഡമി വെച്ച് ഏതൊരു മിനിസ്റ്ററിന്റെ മോൻ ഇവളെ കയറി പിടിക്കും. ഇത് കേട്ട പതി കേൾക്കാത്ത പതി അവളെയും കൂട്ടി നേരെ മിനിസ്റ്റർ വീട്ടിൽ പോയി അവിടെ ഉള്ളവന്മാരൊക്കെ അടിച്ച് പരത്തി വൻ മാസ് ഇടുന്നൊക്കെ വിചാരിച്ചപ്പോ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. ഇവൻ അവന്മാരൊക്കെ കൂടെ അടിച്ചു പരത്തി അച്ചാറും കുപ്പിൽ ഇട്ട് വെച്ച പോലെ ആക്കും വൈൽഡ് സാല അച്ചാറുകൾ, നല്ല നാടൻ രുചി. അങ്ങനെ ഒരു രാത്രി മുഴുവൻ അടി വാങ്ങിയിട്ടും കുത്തുകല്ല് പോലെ നിന്ന് അവനെ കണ്ട് ഇംപ്രസ് ആയി. ഇവനെ കെട്ടിയ മുസ്ലിം പവർ ലാഭിക്കാന്ന് പറഞ്ഞ് അവൾ അവളുടെ ലാസ്റ്റ് റിപ്പോർട്ട് ക്യാൻസൽ ആക്കി. അപ്പൊ തന്നെ ഇവനെ കൊണ്ട് ഒരു ഡാൻസിന് പെൻഗ്വിന്. അങ്ങനെ ചാമ്പ്യൻഷിപ്പിന്റെ കീച്ചൻ പുരുകത്തിലൊട്ടിച്ച് നടക്കുന്ന മെഗാ വില്ലൻ ഗോഡിനെ കാണിച്ചു. പണ്ട് നമ്മുടെ ഡെവിൾ മേജർ മഹാദേവൻ വഴി കൂടെ പോയി ഇവനെ വിളിച്ചോണ്ട് വന്ന് ഏജന്റ് ആക്കി. അവസാനം മൂപ്പരനെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് ഇപ്പൊ VRS എടുത്ത് ടെററിസ്റ്റ് ആയ ഒരു അൾട്ടിമേറ്റ് വില്ലൻ. പഴയ ഡെവിളിന്റെ ശിഷ്യനായതുകൊണ്ട് ബിഗ് ഡാഡി അഥവാ വലിയതെന്താന്നാണ് ഈ ഗോഡ് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തിന് ഈ ഗോഡിന്റെ വലം കൈയാണ് താടിയിൽ സ്റ്റാർ ഒട്ടിച്ച് നടക്കുന്ന ഈ ഷൊണ്ണ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഈ പടത്തിൽ ഇവർ മൂന്നുപേരും തമ്മിലുള്ള യുദ്ധമാണ് യുദ്ധം. ദി ഗാങ്സ്റ്റർ, ദി കോപ്പ്, ദി ഡെവിൾ എന്ന് പറഞ്ഞ പോലെ ദി വൈൽഡ് സാല, ദി ഗോഡ്, ദി ഡെവിൾ തമ്മിലുള്ള യുദ്ധം. അങ്ങനെ ഗോഡിനെ പിടിക്കാനുള്ള സീക്രട്ട് മിഷൻ വന്ന സമയം ആദ്യ സീനിൽ തന്നെ നടുവും തല്ലി വീണതുകൊണ്ട് വൈദ്യശാലയിൽ ഉഴിച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡെവിൾ എനിക്ക് പഴയ പോലെ പുള്ളിങ് ഇല്ല. ഈ ഫോമിൽ കയറി ചെന്ന ഗോഡ് നോക്കി പഞ്ഞു കയറ്റുന്നു മനസ്സിലാക്കി അടിതപ്പാനായ ആ മിഷന് വേണ്ടി വൈൽഡ് സാലയെ റിക്രൂട്ട് ചെയ്യും. അതാവുമ്പോ രണ്ടിൽ ഏത് ചത്താലും മൂപ്പർക്ക് ലാഭമാണ്, ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇനി അങ്ങോട്ട് ഇവന്റെ ട്രെയിനിങ് ആയിരിക്കും. പക്ഷെ ഈ സാല വൈൽഡ് ആയതുകൊണ്ട് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല അത്രയും. അതുകൊണ്ട് ഒരു ദിവസത്തെ ട്രെയിനിങ് പോലും ഇല്ലാതെ അവനെ ഡയറക്റ്റ് ആയിട്ട് റോ ഏജന്റ് ആക്കി മാറ്റി. ഇവനൊരു കുട്ടിക്കുറങ്ങനെ ഇവനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ബോധമില്ലാത്തവരത്തിനെ കൊണ്ട് മാത്രമേ ഈ മിഷൻ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിലുള്ള മെയിൻ പരിപാടി തീർന്നു ഏജന്റ് ആയത് മനസ്സിലാക്കിയ രാമേന്ദ്രൻ ആ നാസയ്ക്ക് പോകുന്ന പെണ്ണിനെ വെച്ച് നേരെ വേഷം മാറി വില്ലന്മാരുടെ ഗ്യാങ്ങിൽ പോയി ചെയ്യും. ലൈഫ് സെറ്റിൽ ആക്കാൻ ഇത്രയും നല്ല ചാൻസ് വേറെ ആർക്കെങ്കിലും കിട്ടും. അങ്ങനെ ഫസ്റ്റ് മിഷനായി ആദ്യത്തെ വില്ലനെ കൊല്ലാൻ വേണ്ടി ഷിപ്പ്യാർഡിൽ പോയി പേക്കൂത്ത് നടത്തി ഡാൻസ് കളിച്ച് വെറുപ്പിച്ച് വെടിവെച്ച് ഒരു 100 ഗുണ്ടകളെ കൊന്നു തള്ളും. ചന്ദ്രൻ കാണിക്കുന്നവന്റെ മേത്ത് പോലെ ചൊറിയാൻ മുഴുവൻ കയറി. പല സൈസ് വെടി, താടി വെടി, കറങ്ങി വെടി, കിടന്നു വെടി, കുനിഞ്ഞു വെടി. അവസാനം വെടിവെച്ച് ഒരു കണ്ടെയ്നർ കയറി ഒളിച്ചപ്പോഴുണ്ടാ ഗുണ്ടകളൊക്കെ കൂടി വന്ന് 30 രൂപയുടെ ചെട്ടിയിൽ കുറെ ഇളക്കിയ ഓട്ട വീഴുന്ന പോലെ ആ കണ്ടെയ്നർ മുഴുവൻ തുളച്ചു വിടും. അതിനകത്തത്ര വല്ല DJ പാർട്ടി ഉണ്ടോ? ജാതി വിളിച്ചോ. അങ്ങനെ നെന്മാറ ദേശത്തിന്റെ വെടിക്കെട്ട് കഴിയുമ്പോഴാണ് ഈ വെടിക്കെട്ടുകാരൻ വെടലസാല വന്ന് വല്ലങ്ങി ദേശത്തിന്റെ വെടിക്കെട്ട് അങ്ങോട്ട് തുടങ്ങുക. വെടിയോ വെടി, മൂക്കാവെടി വെടി. ഈ വിഷുവിനൊക്കെ പടക്കം വാങ്ങാൻ കാശില്ലെങ്കിൽ ഈ പടം ഹൈ വോളിയത്തിൽ TV-യിലിട്ട് വെച്ചാൽ മതി. കണിവെച്ച സാധനമൊക്കെ ഇറങ്ങി കണ്ടം വഴി ഓടും. അങ്ങനെ അവരൊക്കെ കൊന്ന ആ ഷിപ്പ്യാർഡിൽ നിന്ന് അവൻ അടിച്ചോണ്ട് പോയ ഒരു കണ്ടെയ്നർ തിരിച്ചു പിടിക്കാൻ വേണ്ടി അടുത്ത വില്ല വന്നപ്പോൾ ഇവൻ അയാളുടെ കൂടെ ബോംബ് എറിഞ്ഞ് കളിക്കാൻ നോക്കുക. ആ കണ്ടെയ്നർ എവിടെയാണെന്ന് പറഞ്ഞു. എന്റെ മരണം ഉറപ്പാടാ. ഈ ചുടുമുകറിന്റെ കുട്ടികളി കണ്ട് നീ വൈൽഡ് അല്ലണ നായ ചൈൽഡ് ആണെന്നും പറഞ്ഞ് ആ വില്ലന്മാർ അവനെ അപ്പൊ തന്നെ പിടിച്ചോണ്ട് പോയി മരണടി അടിച്ച് ദോശക്കുള്ള തക്കാളി ചട്ടി പോലെ ആക്കി വിടും. അതിനെ കൊണ്ട് ഇനി എന്തിനു കൊള്ളു ഉമ്മർത്തെങ്ങാനും കൊണ്ട് വല്ല തിരിയിട്ട് വെക്കാം. അങ്ങനെ അടിയും കൊണ്ട് ഇവനൊരു പേരില്ലാത്ത ആശുപത്രി അഡ്മിറ്റ് ആയി കിടക്കുമ്പോഴാണ് വില്ലൻ ഗോഡ് തന്റെ പഴയ ഹാർഡ് ഡിസ്കിന്റെ പാസ്വേഡ് മറന്നുപോകുക. താൻ 10 മുതൽ ശേഖരിച്ചു വെച്ച കുത്തുമുത്തം തൊലഞ്ഞു പോലെ ദേവിയെന്ന് പറഞ്ഞ് മൂപ്പര് അപ്പൊ തന്നെ ആ ഹാർഡ് ഡിസ്കിന്റെ പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ വേണ്ടി ലോകത്തുള്ള ബെസ്റ്റ് ഹാക്കേഴ്സിന് മുഴുവൻ പിള്ളേരെ പിടിച്ചോണ്ട് പോണ പോലെ ചാക്കിട്ട് പിടിച്ച് മൂപ്പരുടെ അടുത്തേക്ക് കൊണ്ടുവരും. എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ ഇങ്ങനെ വമ്പൻ ഹാക്കിംഗ് നടക്കുന്ന ടൈമിലാണ് ആശുപത്രി ഇറങ്ങിയ നമ്മുടെ വെടലസാല നിലത്ത് കുറെ കല്ലിപ്പ് വാരിയിട്ട് ബാക്കിൽ ഗ്രീൻ സ്ക്രീൻ വെച്ച് മഞ്ഞാണെന്ന് കാണിക്കാൻ കുറച്ച് അപ്പൂപ്പൻ താടി വാരി എറിഞ്ഞ് വൻ തോതിൽ ഡ്രഗ്സ് വിൽപ്പന നടത്തുന്ന അടുത്ത വില്ലനെ പിടിക്കാൻ വേണ്ടി കാശ്മീരിലേക്ക് പോവാം. പക്ഷെ പോണ വഴി പാസ്പോർട്ട് ഇല്ലാത്തതിന് ഇവനെ പോലീസ് പിടിച്ചപ്പോ കണ്ടാ തോന്നൂല ഞാൻ സീക്രട്ട് ഏജന്റ് ആണെന്ന് പറഞ്ഞ് കൺഫർമേഷന് വേണ്ടി ഡെവിളുടെ ഫോൺ നമ്പർ കൊടുത്ത് വിളിച്ചു വയ്ക്കാൻ പറയും. ആ പോലീസുകാരുടെ കോള് വന്ന ഉടനെ തന്നെ ആ കള്ളക്കാവടി മൂഞ്ചിച്ചല്ലോ എന്ന് മനസ്സിലാക്കിയ ഡെവിൾ ഏജന്റ് ആരുടെ മൂവയുടെ ഏജന്റ് എനിക്കൊരു നാറിനെ അറിയാൻ പാടില്ല റോങ് നമ്പർ ആണെന്ന് പറഞ്ഞ് അവനെ ഊക്കി വിടും. കൺഫേം ചെയ്യാൻ വേണ്ടിയാ സാറിന് വിളിച്ചു. എവിടെന്നോ പിടിച്ചോണ്ട് വന്നൊരു ക്രിമിനൽ അവൻ എന്റെ പേര് പറഞ്ഞു കരുതി ഉടനെ എന്നെ വിൽക്കാടോ വേണ്ടോ? സർ ഇത് റോ ചീഫിന്റെ നമ്പർ തന്നെയല്ലേ? ഇത് കേട്ട ഉടനെ കാട്ടുകളൻ മൂഞ്ചിച്ചല്ലോ എന്ന് മനസ്സിലാക്കിയ ഏജന്റ് രാമകൃഷ്ണൻ ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത രീതിയിൽ പോലീസിന്റെ കണ്ണും വെട്ടിച്ച് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരൊറ്റ ഓട്ടം.
മല്ലിപ്പൊടി 100, മുളക് പൊടി 50, പച്ചമുളക് 100, ഉള്ളി 1/4 കിലോ, 2 രാധാസി. ഓടി അവസാനം ആത്മഹത്യ അല്ലാണ്ട് ഒരു നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കി ഒരു ജീപ്പിൽ കയറി ഹിമാലയത്തിന് മുകളിൽ നിന്ന് ചാടി ചാവാൻ നോക്കിയപ്പോണ്ടാ വില്ലനായ ഗോഡ് പുഷ്പക വിമാനത്തിൽ കയറി വന്ന് ആ വെടലശാലയെ തൂക്കിയെടുത്തോണ്ട് പോയി ചികിത്സിക്കും. അങ്ങനെ പിന്നെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ ആ വൈൽഡ് സാലയും വൈൽഡ് ഗോഡും കൂടി ആ വലിയ തന്തിയെ ഒപ്പം കൊല്ലാന്ന് പറഞ്ഞ് ഒന്നിക്കും. ഇത് കഴിഞ്ഞ് ഗോഡിന്റെ കൂട്ടത്തിലുള്ള വേറൊരു ഹാക്കറിനെ ജയിലിൽ ചടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വെടല പോയ സമയത്താണ് വിക്രത്തിലെ കമലഹാസനെ പോലെ അടുത്ത ഡെനേരിസ് ഫാനായ ഡെവിൾ ഹൗസ് ടാർഗറിയനെ മനസ്സിൽ ധ്യാനിച്ച് തന്റെ തീ തുപ്പുന്ന ഡ്രാഗണുമായി വരിക. കമലഹാസനെ പോലെ പണ്ണാൻ നോക്കിയതാണ്. പക്ഷെ അത് വിക്രം, ഇത് വിറക്രം. രാത്രിക്കുള്ള കഴിക്കാൻ മറന്നുകൊണ്ടാണെന്ന് അറിയില്ല, ഇജാതി വിറ വല്ല ഷോക്ക് അടിച്ച മൂപ്പർക്ക്. അങ്ങനെ ആ വെടിവെപ്പിന് അവസാനം വലിയ തന്ന വെടലശാല ഇപ്പൊ കൊല്ലുന്നു വ്യാജപ്പിക്കണ്ട കൊല ടെസ്റ്റ്. ഒരുത്തം പോലും രക്ഷപ്പെടരുത് ഗുരുജി. എന്നാ പിന്നെ തുടങ്ങിയാലോ? ഇതെല്ലാം നമ്മുടെ മേജർ മഹാദേവന്റെ ഒരു കൊച്ചു പുസ്തക കളികൾ മാത്രമായിരുന്നു. അങ്ങനെ പിന്നെ ഇക്കയും അക്കിയും കൂടി ബെല്ല ഡാൻസും ഒപ്പേറൊക്കെ കളിച്ച് അവന്മാരെ പുകച്ച് വിട്ടു. അക്കിയുടെ തോളിൽ കയറി ആ ജയിലിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും പക്ഷേ വൈൽഡ് ഡെവിളുടെ കൂടെ നടക്കുന്ന ആളാണെന്നുള്ളത് ആ മൊയന്ത് വില്ലന് മാത്രം ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അങ്ങനെ മൂപ്പരിവന് അടുത്ത ഹാക്കിങ്ങിന് വേണ്ടി അടുത്ത ചേസിന് വിട്ട ഗ്യാപ്പിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. കാർ തലകുത്തി മറിയണ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ ഇവൻ ലാപ്പിൽ ഈ ഡാറ്റാസ് ഒക്കെ വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത് കണ്ടിട്ടാണ് അത്രയും മൂപ്പർക്ക് മനസ്സിലായത്. മൂപ്പർക്ക് സിമ്പിൾ വഴിയൊന്നും പറ്റില്ല. ഏതാ ഈ ചൊക്ലി വില്ലൻ ഈ വന്നിട്ട് അവനെ കൊണ്ട് ഓൾറെഡി ആക്സിഡന്റ് ആയ വണ്ടി പിന്നെ കൊണ്ട് ആക്സിഡന്റ് ആക്കി അവനെ അപ്പൊ തന്നെ വെടിവെച്ച് കൊല്ലാണ്ട് നേരെ ഒരു ഹെലികോപ്റ്ററിൽ കയറി ഏറെ നിന്നിട്ട് വെടിവെച്ച് കൊല്ലാൻ നോക്കണം. എന്നിട്ട് അവനാണെങ്കിൽ റെസിൽമേനിയിൽ അണ്ടർടേക്കർ വരുന്ന പോലെ നേരെ ഇന്ത്യൻ റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനകത്തേക്ക് കയറി വന്ന് ഈ വീട് പൂട്ടിട്ട് പോകുമ്പോൾ ചവിട്ടിയുടെ അടിയിൽ താക്കോലെ വെക്കണം പോലെ ചെടിച്ചട്ടിയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച തോക്ക് എടുത്തോണ്ട് വന്ന് നേരെ ഡെവിളുടെ മുമ്പിൽ ഒരു ഇപ്പാണ് പകച്ചു പോയ ആ റോ മുഴുവൻ. സംഭവം എന്താന്ന് വെച്ചാൽ മൂപ്പര് കൂടോത്രം ചെയ്ത മുട്ട മുഴുവൻ വീടിന്റെ പല ഭാഗത്ത് കുഴിച്ചിടില്ലേ, അതുപോലെ ഈ ചങ്ങായി ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് കുറെ ബോംബ് അങ്ങോട്ട് കുഴിച്ചിട്ടുണ്ട്. അത്ര ആ ബോംബിൽ ഒരെണ്ണം തൃശ്ശൂരല്ലേ കിടക്കുന്നത്, അതെടുത്ത് പോലെ എറണാകുളത്തെ തിയേറ്ററിന്റെ അടിയിലും കൊണ്ടുവരുന്നത്. അവിടുത്തെ നാട്ടുകാർക്കെങ്കിലും കുറച്ച് സമാധാനം കിട്ടും. അങ്ങനെ പൊട്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇത് പൊട്ടിക്കുണ്ടെങ്കിൽ ആ ഡെവിള് ചാവണം, അതും നമ്മുടെ വൈൽഡ് സാലയുടെ കൈകൊണ്ട് തന്നെ ചാവണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ ബലി കൊടുക്കാന്ന് പറഞ്ഞു ഒരു അരമണിക്കൂർ കൊണയടിച്ച് മൂപ്പര വൈൽഡിനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് രക്തസാക്ഷിയാവും. ഞാൻ നിന്നെ എപ്പോഴേ കൊല്ലുമായി, കാരണം എനിക്കിവിടെ നീ ഒന്നല്ല ഇമ്പോർട്ടന്റ്. എന്റെ കൺട്രി, എന്റെ ഡ്യൂട്ടി, എന്റെ മിഷൻ. മൂപ്പറൊക്കെ മൈൻഡ് വോയിസേ വെറുതെ പറഞ്ഞപ്പോഴേക്കും ആ നായി ശരിക്കും വെടിവെച്ചു. ആ വല്ല LIC ഏജന്റ് ആവേണ്ട ചെക്കനെ പിടിച്ചോണ്ട് വന്ന് സീക്രട്ട് ഏജന്റ് ഒക്കെ ആക്കിയ ഇങ്ങനെ ഇരിക്കും. ആ എനിക്കിത് വേണം, ഇനി സ്വസ്ഥമായി കണ്ണടയ്ക്കാൻ. അങ്ങനെ ഡെവിൾ മരിച്ചു കഴിഞ്ഞത് ആ ഡിവൈസ് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു 500 പേരെ സലാഡിന് സബോള അരിയണ പോലെ അരിഞ്ഞു കൊന്ന് അവസാനം ആ ഗോഡിനെ കൊല്ലും. കൊറോണ വന്നിട്ട് ലോകത്ത് മരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ പാർട്ടിൽ മരിച്ചു. ഒരു ലോഡ് സൗണ്ട് ഇതൊക്കെ എവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടോ ആവോ, വല്ല കരിയില പോലെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട ആ വൈൽഡ് സല ഡിവൈസ് മുഴുവൻ ഡീആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഗ്യാപ്പിൽ അവനെ കൊണ്ടൊന്നും പറ്റൂല എന്ന് വിചാരിച്ച് റോ ഏജൻസി എന്ത് ചെയ്യും, ആ കൊണച്ച സെറ്റിലേക്ക് 4 മിസൈൽ അങ്ങോട്ട് പായിക്കും. അതോടെ വൈൽഡ് സാല വൈൽഡ് ശവാവും. VFX നെക്സ്റ്റ് ഓസ്കാർ ഫോർ ദി ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് കൺഫേം. അങ്ങനെ പടം കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് കൊല ടെസ്റ്റ്. ആ മിസൈൽ വന്നപ്പോഴേക്കും പോക്കാച്ചി തവളനെ പോലെ ആ സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു പൊട്ടക്കൻറ്റി ചാടി നമ്മുടെ സാല രക്ഷപ്പെട്ടത്ര. അങ്ങനെ ഈ വൈൽഡിന്റെ വടലത്തരങ്ങൾ കമ്പനി ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ പടം അങ്ങോട്ട് നിർത്തുക. ഈ നെപ്പോമാട് അവിടെ കിടന്ന് ഈ കാട്ടിക്കൂട്ടി ഇതൊക്കെ ഓക്കെ, പക്ഷെ എന്തിനാണ് ആ ഒരു കാര്യമില്ലാതെ വെറുതെ നടന്ന ആ ഇക്കനെ പിടിച്ച് ഇങ്ങനെ ഊക്കി വിട്ടത്. എന്തൊരു ബോറടിയല്ലേ സിനിമ കണ്ടപ്പോൾ അവസ്ഥ. മറ്റേതാണ് രസം, ഇത് മാത്രമേ ഉള്ളൂ, ഇളക്കം മാത്രം. മറ്റേ മുട്ട ഓംലേറ്റ് അടിക്കുന്നത് അതാണ് അതിന്റെ കറക്റ്റ് സാധനം. എന്താണെങ്കിലും അറിയാലോ, നമ്മൾ കാത്തിരുന്ന ഒരു ഇതായിരുന്നു കേട്ടോ, റോസ്റ്റ് വീഡിയോ ആയിരുന്നു. എന്താണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. ക്ഷീണമൊന്ന് മാറ്റട്ടെ. അതെ, അപ്പൊ സത്യം റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ പണ്ട് കാര്യമില്ലേ, ഈ സിനിമക്ക് അവരെ സമ്മതിച്ചു കൊടുക്കണം. ഈ സിനിമയൊക്കെ കണ്ടിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ബോറടിച്ച് നിർത്തിയിട്ടുണ്ടോ. ശരിക്കും ഇത്ര റോസ്റ്റ് വീഡിയോ നല്ലതിന് വരേണ്ടത് സത്യം. പക്ഷെ മറ്റു പലരും ഇതിനെ ഇറങ്ങിയിട്ട് മതി മടുത്ത് നിർത്തി ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ അവർ തീർന്നുണ്ടോ കണ്ണിന്റെ അടിയിലേ. എന്താണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. ഞങ്ങൾ പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.